എറണാകുളം ജില്ലയിൽ ഈ കാണുന്ന ഒരു വീട് കണ്ടാൽ പിന്നെ നിങ്ങൾ വേറൊരു വീട് കാണാൻ പോകില്ല. കാരണം നിങ്ങളുടെ മനസ്സിലെ സങ്കല്പത്തിലുള്ള ഒരു വീടാണ്. അത്ര ഭംഗിയായിട്ടും സൗകര്യങ്ങൾ കൊടുത്തിട്ടുമാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്കടുത്ത് പറക്കോട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. 6 വില്ലകൾ വരുന്ന വില്ല പ്രൊജക്ടിനകത്ത് ഭംഗിയായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വളരെ സ്റ്റൈലായിട്ടും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച അതേ വീട് തന്നെയാണ്. ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച് മനോഹരമായിട്ടാണ് വഴികൾ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനും ബ്രിക്ക് മോഡൽ വരുന്ന ഡിസൈനും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു എൻട്രൻസ് നോക്കിക്കോളൂ. നമ്മുടെ കാർപോർച്ചിന്റെ കണക്ട് ചെയ്ത് വരുന്ന എൻട്രൻസ് ആണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ടാണ് വീടിനകത്തേക്ക് കയറാനുള്ള എൻട്രൻസ് വരുന്നത്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് വീടിന്റെ ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എലിവേഷൻ ഉള്ള വീടുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റെതായ ഒരു ഡിമാൻഡും ഉണ്ട്. വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ മാർബിൾ ഹോംസിലേക്ക് വിളിക്കേണ്ടതാണ്. ഭംഗിയായിട്ട് സ്പോട്ട് ലൈറ്റുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. കാർപോർച്ചിന്റെ മുകളിലുള്ള ബാൽക്കണിയുടെ പോർഷനൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഒരു ഹാഫ് സർക്കിൾ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കിയാലും ഗ്ലാസിന്റെ വർക്കുകൾ വരുന്നുണ്ട്, ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഭംഗിയായിട്ട് ബ്രിക്ക് മോഡലുള്ള ഡിസൈനുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളും അതിനകത്ത് സൗകര്യത്തോടും കൂടിയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിരിക്കുകയാണ്. നമുക്കിനി ഗ്രാസ് പിടിപ്പിക്കാനുള്ള വർക്കുകളും കൂടെ മാത്രമാണ് ഇവിടെ തീരാനുള്ളത്. 2 കാറുകൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന നല്ലൊരു കാർ പോർച്ചാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാർ പാർക്കിംഗ് എന്നുള്ളത്. വണ്ടിയൊക്കെ തിരിച്ച് റിവേഴ്സ് എടുത്തേക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ്. ആ യാതൊരു ബുദ്ധിമുട്ടും ഈ ഒരു വീട്ടിലില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ 2 കാറുകൾ നിങ്ങൾക്ക് നല്ല സേഫ് ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാർ പോർച്ചിന് മുകളിൽ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ട് തന്നെയാണ്. സിറ്റ് ഔട്ടിന്റെ മുകളിലൊക്കെ വരുന്ന ലൈറ്റ് ഫിറ്റിംഗ്സ് ആണെങ്കിലും LED സ്ട്രിപ്പുകളും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവിടെയായിട്ട് വർക്ക് ഏരിയയുടെ ഡോറാണ് കാണുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ 2 വീലർ വെക്കാനുള്ള സ്പേസ് ഉണ്ട്, ചെടികൾ നടാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് നേരെ ബാക്ക് സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഏരിയ നോക്കിയാലും ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡോറാണ്. ഇതുപോലെ നീളത്തിലുള്ള സിറ്റ് ഔട്ട് ഉള്ള വീടുകൾ വളരെ കുറവാണ്. നമുക്ക് ഏകദേശം 5 ചെയറുകൾ വരെ ഇവിടെ നീളത്തിലിടാവുന്ന ഭംഗിയുള്ള ബ്ലാക്ക് കളറിൽ വിരിച്ചിരിക്കുന്നത് സിറ്റ് ഔട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ ഈ കാണുന്നതാണ് വീടിന്റെ മെയിൻ ഡോർ. ഇതാണ് ഭംഗിയുള്ള ഡിസൈനിൽ ഒറ്റപ്പാളിയിലാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു വിൻഡോ കൂടി കിട്ടുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ ദർശനം വരുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് വീടിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിലുകൊണ്ട് ഒരുപാട് പ്രത്യേകതകൾ. ഞാൻ നിൽക്കുന്ന സ്പേസ് നിങ്ങൾക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോ വരുന്നുണ്ട്. ഈ ഒരു വോളിൽ നോക്കുവാണെങ്കിൽ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു വുഡിന്റെ ചെറിയൊരു ഡെക്കർ പീസ് വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് പോലെ ഒരു ഏരിയ ഉണ്ട്. എൻട്രൻസ് നോക്കിയാലും പാനലിംഗ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എൻ്റർ ചെയ്തിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. കുറച്ച് വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇവിടേക്ക് വരുന്ന സമയത്ത് ലിവിംഗ് സ്പേസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 11.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നമ്മളുടെ TV യൂണിറ്റ് വെച്ചിരിക്കുന്നതിന്റെ 2 സൈഡിലായിട്ടും വിൻഡോസ് വരുന്നുണ്ട്. ഫ്രണ്ട് മോഡൽ വിൻഡോസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് വെക്കുന്ന ഏരിയയ്ക്ക് ഉണ്ട് പ്രത്യേകതകൾ. ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കോളൂ. പ്രത്യേക ഷേപ്പില് മൾട്ടിവുഡില് നല്ലൊരു ഡിസൈനില് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ലൈറ്റുകൾ ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് ഡ്രോസ് ആയിട്ടും തിരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ്. ഒരു പോർഷന് പാനലിംഗ് വർക്കുകൾ കൊടുത്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറാണ്. ചെറിയൊരു ബ്രൗൺ ഡിസൈൻ കൂടെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ മെയിൻ ഡോർ തുറന്നു വന്നത്. അവിടെയാണ് ലിവിംഗ് സ്പേസ് കണ്ടത്. ഇവിടെ ഡൈനിങ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ 1ാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 12.5 അടി നീളവും 12 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. ഇവിടെയായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന 3 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ ടഫന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് കടക്കുന്നുണ്ട്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. മിറർ കൂടി അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി വന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്.
ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കണ്ടു നോക്കാം. എൻട്രൻസിൽ നമുക്ക് ഇതുപോലൊരു പാർട്ടീഷൻ കിട്ടുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. ഡൈനിങ് ഹാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ കാണാം ഭംഗിയായിട്ട് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളൊക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റും ഫുഡ് ലാംപ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ കയറി പോകുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെറിയൊരു വുഡൻ പീസിന്റെ ഒരു ഡെക്കറേറ്റർ വെച്ചിട്ടുണ്ട്. മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ വിൻഡോ കാണാം. ഏറ്റവും ടോപ്പിൽ നോക്കിക്കോളൂ, ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ ഭംഗിയായിട്ട് വലിയൊരു ഷാൻഡിയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ 9 അടി നീളവും 8 അടി വീതിയിലുമാണ്. ഇത്രയും സ്പേസ് ആണ് നമുക്ക് ഡൈനിങ്ങിന് കിട്ടുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു പോർഷൻ കുറച്ച് ഡെപ്തിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഭംഗിയായിട്ട് ഒന്നില്ലെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഇടാം, അല്ലെങ്കിൽ കളർഫുൾ പെബിൾസ് ഇടാം. ഗ്രീൻ ഗ്രാസ് വിരിച്ചാലൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ എവിടെ നോക്കിയാലും ഇതുപോലെ വുഡിന്റെ ഡിസൈനുള്ള ഭംഗിയുള്ള വർക്കുകൾ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു ഷെൽഫ് ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഒരു പോർഷൻ ഓഫ് റൂഫ് കവേർഡ് ആണ്. അത് നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ഫാൻ ഫിറ്റിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാഷ് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല സ്റ്റൈലായിട്ടും ഭംഗിയായിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ജെറയുടെ ഫിറ്റിംഗ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. താഴെ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ മോഡലിലായിട്ടാണ് നമ്മുടെ കിച്ചണിന്റെ എൻട്രൻസ് വരുന്നത്. ഭംഗിയായിട്ടാണ് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ ഒരു പ്രത്യേക ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് 3 ലെയറുകളിലായിട്ടാണ് ഇവിടെ കിച്ചൺ ക്യാബിനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് നല്ലൊരു ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണും, നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഇതുപോലെ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. അതും കംപ്ലീറ്റ് ആയിട്ട് പാർട്ടീഷൻ ആണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റും സറൗണ്ടിങ് ഏരിയാസ് വൈറ്റ് ടൈലും ആണ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും ആ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തത്. നമുക്ക് മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസ് കൂടി ആ ഒരു പോർഷനിലായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു സെക്കൻഡ് കിച്ചൺ കിട്ടുന്നുണ്ട്. സെക്കൻഡ് കിച്ചൺ നോക്കിക്കോളൂ. കിച്ചൺ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ടൈലൊക്കെ ഇട്ടിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിന്റെ കൗണ്ടർ ടോപ്പ് കിട്ടുന്നുണ്ട്. ചെറിയൊരു വിൻഡോ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. ഫസ്റ്റും സെക്കൻഡും കിച്ചൺ കൂടാതെ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ഏരിയ സ്പേസും കിട്ടുന്നുണ്ട്. വളരെ വലിയൊരു ഏരിയ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ഏരിയക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ ഇവിടെ വെക്കാനായിട്ട് ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. 2 സൈഡിലും ഡോർ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. നമുക്ക് ഇവിടെ താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 13-11 ഫീറ്റിലാണ് ബെഡ്റൂം സൈസ് വരുന്നത്. നിങ്ങൾക്ക് ചുറ്റിനും നോക്കിയാൽ ഇവിടെ വിൻഡോസ് കാണാം. എല്ലായിടത്തും ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും കൂടെ ഒന്നിച്ച് ചെയ്തിരിക്കുന്നത്. അതും ഒരു പ്രത്യേക സ്റ്റൈലിൽ തന്നെയാണ് വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും എല്ലാം തന്നെ വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്നത്. ടൈലുകളെല്ലാം തന്നെ സെയിം കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു വോള് നിങ്ങൾ കണ്ടതാണ്. നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. മുകളിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഷാൻലിയർ കുറച്ചും കൂടി അടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വിസിബിൾ ആണ്. നേരെ നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്നത് ചെറിയൊരു ഹാളിലേക്കാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. റൂഫിലൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാൻ, കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ചെറിയൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ ടോട്ടലി മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. നമുക്ക് ഇവിടെ റീഡിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് ചെറിയൊരു ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ടും സൗകര്യത്തോടു കൂടിയിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറൊരു സ്പേസ് മാറിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മിറർ വരുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളും ഇവിടെയായിട്ട് നമുക്ക് ഡ്രോസും കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലും നല്ല ഭംഗിയായിട്ടാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് മാത്രമാണ് നമുക്ക് ഇവിടെ പെയിന്റിംഗ് ആയിട്ടുള്ളത്. ബെഡ്റൂമുകൾ കൂടാതെ നമുക്ക് ഇവിടെ ഒരു റീഡിംഗ് റൂം കിട്ടുന്നുണ്ട്. ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടാണ് റീഡിംഗ് റൂം കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്.
റൂഫിലും നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു റീഡിംഗ് റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മൾ ഇറങ്ങുന്നത് അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. നല്ല വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. റൂഫും സൈഡും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് വരുന്നത്. നമുക്കിനി ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് കാണേണ്ടത്. വളരെ വലിയൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, എത്ര വലിയൊരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ട് ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ടി വി വെക്കാനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു വോൾ നോക്കിക്കോളൂ, ഭംഗിയായിട്ട് വാൾപേപ്പർ ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെയുള്ള അറേഞ്ച്മെന്റ്സും കിട്ടുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാൽക്കണിയിലേക്കാണ് എൻട്രി. ബാൽക്കണി വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിലെ എലവേഷന് മാറ്റി കൂട്ടുന്ന ആ ഒരു ഹാഫ് സർക്കിൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. LED സ്ട്രിപ്പുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്കൊരു ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്തുള്ള ഭാഗം നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണേണ്ടത്. 12x12 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ടഫിന്റെ ഗ്ലാസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വെളിച്ചം അകത്തേക്ക് കടക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. റൂഫ് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വരുന്നത്. നിങ്ങളുടെ വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അവിടെയും നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിള് മറ്റൊരു സ്ഥലത്തേക്ക് മാറി വേറൊരു സ്പേസിലാണ് നിങ്ങൾക്ക് സൗകര്യപ്രദമായി ഇന്ന് ഡ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് മിററും ബാക്കിയുള്ള ഓപ്പൺ ഷെൽഫുകളും ഡ്രോസും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളിലെല്ലാം തന്നെ ടൈലുകൾ കോമൺ പാറ്റേൺ ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്കടുത്ത് പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് 3 കിലോമീറ്റർ. ഇൻഫോ പാർക്കിലേക്ക് വളരെ ഈസിയാണ്, വെറും 6.5 കിലോമീറ്റർ. ഇടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ. എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് വെറും 40 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എത്താം. 23 കിലോമീറ്റർ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ലാൻഡ് അളവിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകൾ കൂടാതെ കിച്ചൺ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയ സ്പേസ് വേറെയുണ്ട്, യൂട്ടിലിറ്റി റൂം വേറെയുണ്ട്, റീഡിംഗ് റൂം കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഒരു വീടിന്. 5 സെന്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ 2 കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ, വെൽ വാട്ടർ എല്ലാം ഉള്ള ഈ ഒരു വീടിന് 1,15,00,000 രൂപയാണ് ഓണർ ചോദിക്കുന്നത്. 1.15 CR എന്നുള്ളതിന്റെ പ്രൈസ്. തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ നെഗോഷ്യബിൾ ആണ്. ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തില്ലായെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ആണ്, നിങ്ങളുടെ പേര് വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. നിങ്ങളുടെ കോൾ ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകേണ്ട, സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.